ഇന്നൊരു സ്പെഷ്യൽ മോരുകറി ആയാലോ? ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി. നല്ല ടേസ്റ്റാണ്. നമ്മളെന്നും ഒരേ രീതിയിൽ മോരുകറിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള മോരുകറി റെസിപ്പിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നല്ല കുറുകിയ ഒരു മോരുകറി റെസിപ്പിയാണ്. ഇതൊഴിച്ച് ചോറുണ്ണുകയാണെങ്കിൽ നമുക്ക് മറ്റ് കറിയുടെ ആവശ്യമേ ഇല്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറി കൂടെ. ഈ ഓണത്തിന് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി റെസിപ്പിയാണെന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ മോരുകറിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളരിക്കയാണ്. ഒരു വലിയ വെള്ളരിക്കയുടെ പകുതി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ്സുകളായിട്ട് നുറുക്കി ഞാൻ മൺചട്ടിയിലോട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ലേശം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളരിക്ക എന്ന് പറയുന്നത് വെള്ളമാണല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി അരപ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3 അല്ലി വെളുത്തുള്ളി, എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തേക്കുന്നത്. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇഞ്ചി ഒരു ചെറിയ അളവ് ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചിയൊക്കെ അരച്ചിട്ട് നമ്മൾ മോരുകറി തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ സദ്യയിലൊക്കെ ഈ മോരുകറി ഒഴിച്ചു കൊണ്ടുമ്പോൾ ഡൈജഷനും വളരെയധികം നല്ലതാകും. വെള്ളരിക്കയുടെ കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1-2 മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരപ്പ് ചേർത്തൊന്ന് ചൂടാക്കിയ ശേഷം ഇനി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തൈര് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു ലേശം വെള്ളം ചേർത്ത് ഞാനൊന്ന് ഉടച്ചെടുത്തതാണ്. ആ ഒരു കൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. മൺചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് തൈരും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ലേശം വെള്ളം ചേർത്ത് തന്നെ തൈരൊന്ന് ഉടച്ചെടുക്കുക. അങ്ങ് കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ മോരുകറിയാണല്ലോ തയ്യാറാക്കുന്നത്. രുചികരമായ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ ഒഴിച്ചുകൊണ്ടുപോകാനായിട്ട് അപാര കോമ്പിനേഷനാണ് ഈ ഒരു പുളിശ്ശേരി. ഇതിനകത്ത് നമ്മളൊരു വറവൂടെ ചേർക്കുന്നുണ്ട്. ആ വറവാണ് ഈ പുളിശ്ശേരിയുടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളിയും അതുപോലെ തന്നെ കറി ലീഫും കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നപ്പോഴത്തേക്കിന് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. ഡൈജഷനൊക്കെ വളരെയധികം നല്ലതായിരിക്കും. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുകയാണ് കൊണ്ടാട്ടമുളക് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മോരുകറി തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. മോരുകറിക്കകത്തോട്ട് ഈ കൊണ്ടാട്ടമുളക് വറവോട് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ചോറുണ്ണാൻ ഈ ഒരു മുളകും കൂടെ കൂട്ടി ഉണ്ണുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരു നുള്ള് കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പുളിശ്ശേരിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇവയും കൂടെ നമുക്കൊന്ന് വറവ് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കിടുവായിട്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കൊണ്ടാട്ടമുളക് പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം ഈ ഒരു പുളിശ്ശേരി മാത്രം മതി. ഈ മോരുകറിയും അതോടൊപ്പം തന്നെ ആ കൊണ്ടാട്ടമുളകും കൂടെ ഞെരടി നമ്മൾ ചോറുണ്ണുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും. നല്ല കിടുവായിട്ടുള്ള ഒരു പുളിശ്ശേരി തന്നെ. ഈ ഒരു ഓണത്തിന് കൂട്ടുകാർക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഒരു കിടുവായിട്ടുള്ള കൊണ്ടാട്ടമുളക് പുളിശ്ശേരിയാണ് പങ്കുവച്ചിരിക്കുന്നത്. കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.